ഹലോ എവ്രി വൺ, ഈദ് മുബാറക്. നമ്മുടെ ഈദ് സ്പെഷ്യലായ പ്രത്യേക പരിപാടി ഖൽബിൻ്റെ പാട്ടുകാരൻ എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഖൽബിൻ്റെ പാട്ടുകാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ചെറുപ്പക്കാർക്കും ഒരാളുടെ മുഖമാണ് മനസ്സിൽ വരിക. ആൻഡ് അത് വന്നിട്ടില്ലെങ്കിൽ ഞാനൊരു 2 വരി പാടാം. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നെഞ്ചിനുള്ളിൽ നീയാണ്. മനസ്സിലായല്ലോ? എല്ലാ മലയാളികളും അല്ലെങ്കിൽ മാപ്പിളപ്പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നെഞ്ചോടേറ്റിയ ഒരു പാട്ടുകാരനാണ് ശ്രീ താജുദ്ദീൻ വടകര. ഇന്ന് നമുക്ക് താജുദ്ദീൻ വടകരയാണ് നമ്മുടെ കൂടെയുള്ളത്. വെൽക്കം ടു ഖൽബിൻ്റെ പാട്ടുകാരൻ. ആദ്യം തന്നെ ഈദ് മുബാറക്. അപ്പൊ ദുബായിലാണ് ഇപ്രാവശ്യം ഈദ് അല്ലേ? ഇന്ന് കാലത്ത് എത്തിയത്. പിന്നെ ഇതുവരെക്കും ഉറങ്ങിയിട്ടില്ല. അയ്യോടാ, താഴെ വണ്ടി വന്ന് നിൽക്കുന്നു പറഞ്ഞപ്പോ. പക്ഷെ അതാണ് എന്താ പറയാ, ഇത്രയും ക്ഷീണുണ്ടായിട്ടും ഇത്രയും നമ്മളുടെ കൂടെ ചിരിച്ചിരിക്കുന്ന ആ ഒരു താജുക്കയുടെ ആ ഒരു മനസ്സുണ്ടല്ലോ. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഐ എം ഷുവർ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും നെഞ്ചോടെ ഏറ്റിയത് അല്ലേ? അപ്പോൾ ഈ ആദ്യം തന്നെ നമുക്ക് ആ ഒരു 2 വരി പാട്ട് കേൾക്കാൻ എല്ലാവരും കൊതിച്ചിരിക്കാന്നറിയാം. അപ്പൊ അതൊന്ന് ആദ്യം പാടിയിട്ട് തുടങ്ങിയാലോ? തീർച്ചയായും. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുന്നിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. എല്ലാവർക്കും ഐ തിങ്ക് ഈ ഒരു വരികൾ ഒരുവിധം ആ ഒരു പാട്ട് ഇറങ്ങിയ സമയത്ത് അത്രയും ഹിറ്റായിരുന്നു അല്ലേ? എനിക്ക് ഇപ്പോഴത്തെ താജുക്കയുടെ ലൈഫും പ്രോഗ്രാംസും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആരാധകരുണ്ടാവും, ഫാൻസ് ഉണ്ടാവും. പക്ഷേ എനിക്കറിയേണ്ടത് ഇതിനൊക്കെ മുമ്പേ താജുക്കയുടെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു അല്ലേ? ഒരു വളരെ എന്താ പറയുക, ഹമ്പിളായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന്. അങ്ങനെയല്ല, ഞാൻ എൻ്റെ ചെറിയ വയസ്സിലെ ഞാൻ 2 തവണ പ്രവാസിയായിരുന്നു. എൻ്റെ 23-ാമത്തെ വയസ്സിലും പിന്നെ ഒരു 5 വർഷത്തിന് ശേഷം ബഹ്റൈനിലും, മസ്കത്തിലും ബഹ്റൈനിലും പോയിരുന്നു. പക്ഷെ 2 സ്ഥലത്ത് 2 മാസം നിന്നിട്ടുള്ളൂ. വീട്ടുകാരെ കാണാൻ പറ്റാത്ത. സന്ധ്യ ആയി കഴിഞ്ഞാൽ വീട്ടിലെ മരുമക്കളെ പെങ്ങന്മാരെ കാണാന്നുള്ള, ഞാൻ നാട്ടിലേക്ക് ഇനി മരിക്കുന്നവരെ ഗൾഫിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടിലെത്തി. പിന്നെ ആകെയുള്ളൊരു മാർഗം, അന്ന് എല്ലാ ജോലിക്കും പോകും. എല്ലാ ജോലിക്കും ഞാൻ വളരെ കൊപ്ര ബസാറിൽ കൊപ്ര ജോലി ചെയ്തിരുന്നു. ഒരു കാലിച്ചാക്ക് കൊടുത്ത് 10-200ഓളം കടകൾക്ക് ഇങ്ങനെ കറങ്ങും. 1 കിലോ ഈ നമ്മുടെ ഈ വേസ്റ്റായിട്ടുള്ള കൊപ്ര ഉണ്ടാവല്ലോ, അതിന് ഞങ്ങളുടെ നാട്ടിൽ കയ്പ് എന്ന് പറയും. അത് 1 കിലോ ഓരോ കടയിൽ 5 കിലോ ഒക്കെ കിട്ടും. അത് കൊണ്ട് വെയിലത്ത് എവിടെയെങ്കിലും ഒരു ചാക്ക് വിരിച്ച് അതിൽ നല്ല കഷ്ണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ അത് കൊപ്രയായിട്ടുള്ള സെക്ഷനായിട്ട് മാറ്റി വെക്കും. അങ്ങനെ 1 കിലോമിന് 25 പൈസ 75 പൈസ ഒക്കെ ലാഭം കിട്ടുക. പക്ഷെ അന്ന് ആ സമയത്ത് ഞാൻ 10-350 രൂപ വരെ പണിയെടുക്കും. പിന്നെ സ്റ്റേജിൻ്റെ പണിക്ക് പോകും, സ്റ്റേജ് കെട്ടാൻ പോകും. ഈ ഗാനമേള കൂട്ടുകാരുടെ കൂടെ, ദിനേശ് ബാബു എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ പോകും. പിന്നെ റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്നിട്ടുണ്ട്. പിന്നെ കിണർ കുഴിക്കാനൊക്കെ പോയിട്ടുണ്ട് കൂട്ടുകാരുടെ കൂടെ. പിന്നെ ഒരു 9 വർഷക്കാലത്തോളം വടകര ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഈ ചായക്കട ഉണ്ടാവും, സ്റ്റേഷനറി ഐറ്റംസ്. അവിടെ രാവും പകലും നിന്നിട്ടുണ്ട്. കാരണം എൻ്റെ അളിയൻ്റെ കടയാണ്. അപ്പോൾ ഉത്തരവാദിത്തം കൂടും. ഇപ്പോൾ രാവിലെ 8:30 മണിക്ക് കയറിയാൽ രാത്രി 8:30 മണിക്ക്. നൈറ്റ് ജോലിക്ക് വരുന്ന ആൾക്കാർ ലീവ് എടുത്തു കഴിഞ്ഞാൽ നൈറ്റ് നിൽക്കണം. പകലുള്ള ഒരു ജോലിക്കാരൻ പിറ്റേന്ന് വന്നിട്ടില്ലെങ്കിൽ ത്രിവിളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇപ്പൊ താജുക്കയുടെ കൂട്ടുകാരെ കുറിച്ച് പറഞ്ഞു, വന്ന ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരിക്കും ചിലപ്പം മലയാളികൾ താജുദ്ദീൻ വടകര എന്നൊരു പാട്ടുകാരനും ആ ഒരു നെഞ്ചിനുള്ളിൽ നിന്ന് ആ ഒരു പാട്ടും കേൾക്കുന്നത്. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു വരവ്? എങ്ങനെയായിരുന്നു? പാട്ടുകാരനാവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ജോലി ചെയ്ത കടയിൽ ഈ സിനിമാ വീക്കിലികളുണ്ടാവും, നാനടക്കമുള്ള. അതിൻ്റെ ചില വീക്കിലികൾ ഈ ലാസ്റ്റ് പേജിൽ ഈ ലൊക്കേഷൻ റിപ്പോർട്ട് ഉണ്ടാവും. അത് നോക്കി എനിക്കന്ന് 90 രൂപയും പിന്നെ ചിലവിന് 20 രൂപ, 110 രൂപയാണ് എൻ്റെ ഒരു ദിവസത്തെ കൂലി. അതെടുത്ത് ഇതേപോലെ തന്നെ ഭ്രാന്തന്മാരായിട്ടുള്ള സിനിമാ ഭ്രാന്തന്മാരായിട്ടുള്ള കൂട്ടുകാർ, ഞാൻ നൈറ്റാണെന്ന് ആ സമയത്ത്, പുലർച്ചെ കടയിൽ വരും. തൊട്ടടുത്ത് ബസ് സ്റ്റാൻഡിൽ തന്നെ അല്ലേ, ആ ലൊക്കേഷൻ റിപ്പോർട്ട് നോക്കി കുറേ പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിരുന്നു പണ്ട്. പക്ഷെ സിനിമ റിലീസായി CBIക്ക് പോലും കൊടുത്ത എന്നെ കാണില്ല. അങ്ങനെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കഥ അങ്ങനെയാണല്ലേ. പക്ഷെ എൻ്റെ അന്നത്തെ ആഗ്രഹം പഠിച്ചാൽ ആൽബത്തിൽ കൂടി ഉണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം നടത്തിയിട്ടാണ്. പിന്നെ പാട്ടുകാരനായത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എൻ്റെ നാട് വളരെ താഴങ്ങാടിയാണ്.
അപ്പോൾ വളരെ താഴെങ്ങാടി ബാബുരാജൊക്കെ വന്ന് താമസിച്ച ക്ലബ്ബൊക്കെ ഇന്നുണ്ട്. അവിടെയുള്ള ഒരു പ്രത്യേകത, ഒരു തീരദേശ പ്രദേശമാണ്, ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. പക്ഷെ അവിടെയുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി, അവിടെ വന്നിട്ട് ഒരു പാട്ടുകാർക്കും പാട്ട് നന്നായിട്ട് പാടി പോകാതെ രക്ഷയില്ല. ഈ തോണിയിൽ മീനൊക്കെ എടുത്ത് ലോറിയിലൊക്കെ കയറുന്ന സമയത്ത് ആ കൊട്ടയിൽ നിന്ന് വീഴുന്ന മീനുകൾ എടുത്ത് പെറുക്കി ജീവിക്കുന്ന കൂട്ടുകാരുണ്ട് അന്ന്. ഇപ്പോഴതൊന്നുമില്ല. ആ കുട്ടികൾ പോലും പാടുക മെഹദി ഹസൻ്റെതും ഗുലാം സാഹിബിൻ്റെ വലിയ വലിയ ഗ്രേറ്റ് സിംഗേഴ്സിൻ്റെ, പിന്നെ കൊച്ചിനും ബായിക്കടൊക്കെ പാട്ടുകൾ പാടാം. അപ്പോൾ ഒരു 10-20 ആൾക്കാർ കമ്പനിയായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് അതിലൊരാൾ മാത്രമായിരിക്കും ചിലപ്പോൾ പാട്ട് അറിയാത്ത ആളുണ്ടാവും. എന്നാലും അവൻ എന്തെങ്കിലും താളം പിടിച്ചെങ്കിലും കൂട്ടുവിടും. എൻ്റെ ശരിക്കുള്ളൊരു ഫൗണ്ടേഷൻ എൻ്റെ ഉപ്പയാണ്. ഉപ്പ ഒരു നല്ലൊരു കലാകാരനാണ്, മ്യൂസിക് ഡയറക്ടറാണ്, സിംഗറാണ്. ദാസേട്ടനെയും ബാബുഖാനൊക്കെ കൂട്ടുകാരനാണ്. രാഘവ മാഷ ശിഷ്യനാണ്. എൻ കുഞ്ഞു മൂസ എന്ന പേര്. പക്ഷെ ഉപ്പാനെ ഞാൻ ഒരിക്കലും ഫോളോ ചെയ്തിട്ടില്ല, എനിക്ക് പേടിയുള്ളതുകൊണ്ട്. പക്ഷെ എൻ്റെ നാട്ടിൽ ഏതൊരു കല്യാണ വീട്ടിലും പരിപാടി ഉണ്ടാവും. അപ്പോൾ കൂട്ടുകാരൊക്കെ പാടും. ഈ സമയത്ത് സ്വന്തമായിട്ടുള്ളൊരു പാട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ പ്രയത്നിക്കാറുണ്ട്. അന്ന് ഈ കൽബാണ് ഫാത്തിമ പാടുന്നതിന് മുമ്പും 7ഓളം കേസറ്റിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഈ ചായക്കടയിൽ നിന്ന് മാറി വടകര സൂപ്പർ വോളിമീൻസ് എന്നുള്ള റെഡിമെയ്ഡ് ഷോപ്പിലായിരുന്നു ജോലി. അപ്പോൾ എൻ്റെ വികാഷ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്, അവൻ എറണാകുളത്തായിരുന്നു. അപ്പോൾ അവൻ ഒരു നിക്കാഹ് എന്ന് പറഞ്ഞ കേസറ്റ് ചെയ്ത് അത് സാമ്പത്തികമായി പൊളിഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു വന്നിട്ട് മാർക്കോസ് ചേട്ടൻ പാടിയൊരു പാട്ടുണ്ട്, പാൽനില പുഞ്ചിരി എന്നുള്ള, ഇതേപോലുള്ളൊരു ഹിറ്റ് കാലം നീ ഉണ്ടാക്കുമോ? പറഞ്ഞ ഹിറ്റ് ജനങ്ങളല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അത്യാവശ്യം വരക്കും. അന്ന് വെറും മോഹൻലാലിനെ വരക്കുന്ന ഒരു പരിപാടി. ഇപ്പോഴും ഞാൻ പെട്ടെന്ന് വരക്കും മോഹൻലാലിനെ. അപ്പോൾ ഷർട്ടിൻ്റെ പിന്നിലുണ്ടാകുന്ന കാർബോണിൻ്റെ ചെറിയ കവറിൽ ഇവൻ പറഞ്ഞു പോയ സമയത്ത് എനിക്കൊരു വാശി തോന്നി. അപ്പോൾ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നാട്ടുകാരത്തെയാണ്, എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശം. അപ്പോൾ വെറുതെ എഴുതി, നെഞ്ചിനുള്ളിൽ നീയാണ്, തൊട്ടടുത്തായോണ്ട് കണ്ണിന് മുന്നിൽ നീയാണ്, ഉറങ്ങുമ്പോഴും അവളെന്നാണ്ട് കണ്ണടച്ചാലും നീയാണ്. അവളെ പേര് വെക്കാൻ പറ്റില്ല, അവൾ നാരുകുട്ടിയായിരുന്നു. അപ്പൊ ഏറ്റവും നല്ല മുസ്ലിം ഏറ്റവും നല്ല പേര് ഫാത്തിമ എന്നുള്ള ഫാത്തിമ വെച്ചു. അപ്പോൾ കമ്പോസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടിയത് വീട്ടിൽ മുരളിയേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ. അപ്പോൾ ഒരു ദിവസം ഞാൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വളരെ ടൗണിൽ കൂടി പോകുമ്പോൾ ടൗൺ ഹാളിന്റെ പുറകെ, അതായത് ടൗൺ ഹാളിന്റെ അകത്തല്ല, അതിന്റെ മെയിൻ എൻട്രൻസിന്റെ അടുത്ത് കുറച്ച് സാമ്പത്തിക ഭദ്രത കുറഞ്ഞ കുറച്ച് ആൾക്കാർ ഒരു സംഗീത ശില്പം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്താം. ഞാൻ അന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു, 11 വർഷമായി നിർത്തിയിട്ട്. ആ സമയത്ത് ഈ മുരളിയേട്ടൻ ലെജൻഡുകളായിട്ടുള്ള കുറേ എഴുത്തുകാരതും മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത ആൾക്കാരതൊക്കെ അവർ അവതരണം വിവരിക്കുക. ഇപ്പോൾ അകലെ അകലെ നീലാകാശം, അകലെ എന്ന് ഒരു തവണ എഴുതിയാൽ പോരെ, എന്തിന് കവി അകലെ അകലെ 2 തവണ എഴുതി? മുരളിയേട്ടൻ്റെ പ്രസംഗമാണിത്. അത് തിരുത്താൻ മ്യൂസിക് ഡയറക്ടർ നിന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ദൂരം, അകലെ അകലെ, ആ ദൂരം മ്യൂസിക്കിൽ കൂടി കാണിക്കുകയാണ്. ആകാശം വലുതല്ലേ, ഇതെന്റെ വാക്കല്ലേ, നീല, ആ നീട്ടില് ആകാശത്തിന്റെ ഒരു വിസ്തീർണം കാണിച്ചു. അതുപോലെ കായൽ അരികത്ത്, കായൽ വലുതാണ്, കായൽ അരികത്ത്, ഇങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്. വല എന്ന് പറഞ്ഞ ഒരു സാധാരണ സാധനം, വല എറിഞ്ഞപ്പോ ആ എറിഞ്ഞ എന്നുള്ള മീനിങ് ട്യൂണിൽ കൊണ്ടുവരും. ഇത് ഞാൻ ക്യാച്ച് ചെയ്തു. അങ്ങനെ ഞാൻ ഒരു ആശീർ വടകര എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, എൻ്റെ പ്രണയം ചെറുങ്ങനെ, ഞാൻ കുറച്ച് അലമ്പായിരുന്നു നാട്ടിൽ. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയിട്ട് ക്രൈംബ്രാഞ്ചൊക്കെ വന്ന് പിടിച്ചുകൊണ്ട്, ആ വിഭാഗത്തിന് എനിക്ക് പേടിയില്ല. ആ സമയത്ത് എന്നെ വളരെ ദ്രോഹിച്ചു അയാളെ. പിന്നീടുള്ള എൻ്റെതായിട്ടുള്ള ചില രാത്രികളിൽ ഞാൻ അയാളെ നന്നായിട്ട് ദ്രോഹിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഈ 3 മാസമായിട്ട് എൻ്റെ പ്രണയിനെ കാണാതിരുന്ന സമയത്ത് ഞാൻ എഴുതി, ഏകദേശം അത് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ബോധ്യം വന്നു. അപ്പോൾ ആശീർ വടകര എന്ന് പറഞ്ഞ കൂട്ടി ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്, ചെറിയ പയ്യനാണ്. അവൻ എഴുതിയ പാട്ടാണ് ഞാൻ ശരിക്കും ഫാത്തിമയിൽ ആദ്യമായിട്ട് കമ്പോസ് ചെയ്തത്. ഈ മുരളിയേട്ടൻ്റെ ആ ഒരു പ്രസംഗം എൻ്റെ മനസ്സിലുണ്ട്. ആശകൾക്ക് അറ്റമില്ലല്ലോ, അപ്പോൾ അതിനെ കുറച്ച് ലെങ്ത് കൂട്ടി, ആശകൾ ഇല്ലാത്ത എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ എൻ ജീവ യാത്ര, നിങ്ങളുള്ളതല്ലേ, എൻ ജീവയാത്ര, ഇങ്ങനെയാണ് ശരിക്കും മ്യൂസിക് ചെയ്യാനുള്ള. പിന്നീടാണ് ഞാൻ ഫാത്തിമ, അത് ശരിക്കും ഇളയരാജ സാറിൻ്റെ ഒരു ഏതൊക്കെയോ പാട്ടിൻ്റെ ഒരു സ്റ്റൈല് കീപ്പ് ചെയ്ത് വന്നു. അവസാനം ഇങ്ങനെ വേദന. പിന്നെ ഈ പാട്ട് പാടിയത് പറയാം, അത് എൻ്റെ വോയിസ് അല്ല ശരിക്കും. കൽബാണ് ഫാത്തിമയിൽ ഞാൻ 3 പാട്ട് പാടിയിട്ടുണ്ട്. അതിൽ
ആശകളില്ലാതെ എന്നുള്ള പാട്ട്, പിന്നെ സ്നേഹമുള്ള ഫർഹാന. ഓക്കെ. ഈ വോയിസുമായിട്ട് ഒരു ബന്ധമില്ല. എൻ്റെ മൂന്നാമത്തെ പാട്ട് ഫാത്തിമ. ഓഹോ. അപ്പോൾ ഞാൻ അത്യാവശ്യം മിമിക്രി ഒക്കെ ചെയ്യണ്ടായിരുന്നു കുട്ടിക്കാലത്ത് നാട്ടിലൊക്കെ. അഫ്സൽ ഖാൻ എന്ന് പറയുന്നൊരു ഫിലിം സിംഗർ, പ്ലേബാക്ക് സിംഗർക്ക് പാടിക്കൊടുക്കാനുള്ളൊരു പേടി, സ്റ്റുഡിയോയിൽ നിന്ന് എങ്ങനെ പാടിക്കൊടുക്കും പഠിച്ചവരെന്നുള്ള. അപ്പോൾ ഈ അഫ്സൽ ഖാനോടെ ഒരു സ്റ്റൈൽ എനിക്കറിയാം. അപ്പോൾ അദ്ദേഹം വരുന്നതിന് മുമ്പ് ട്രാക്ക് പാടിയതാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത്. നെഞ്ചിനുള്ളിൽ നീയാണ് അദ്ദേഹത്തിന് അനുകരിച്ചിട്ട് പാടിയതാണ് സത്യത്തിൽ. അപ്പൊ എന്നിട്ട് ശരിക്കും അദ്ദേഹം വന്ന് പാടി വന്നിട്ടത്? ഇല്ല, ഞാനാണ് പാടിയത്. അപ്പം ഈ സൗണ്ട് എഞ്ചിനീയർ സതീഷ് ബാബുട്ടനായിരുന്നു. ദാസേട്ടൻ്റെ ഏറ്റവും കൂടുതൽ ലൈവ് സോങ് പാടിയ വലിയൊരു ആർട്ടിസ്റ്റാണ്. എൻ്റെ ഉപ്പയുടെ വലിയ കൂട്ടുകാരനാണ്, ഉപ്പയുടെ ഒരു ഫാനുമാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞു, ഈ പാട്ടിൽ എന്തോ ഒരു ടച്ചിങ്, എന്തോ ഒരു പ്രത്യേകത കാണുന്നുണ്ട്, ഈ പാട്ട് മാറ്റി വെക്ക്, ഇത് ഹിറ്റാവുന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. ഈ പാട്ട് ഏതായാലും കുഞ്ഞുമൂസ്കയോ ഇവിടെ എത്തിയില്ല, താജുവെങ്കിലും രക്ഷപ്പെട്ടെ, ഇത് അഫ്സലിന് കേൾപ്പിച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് മനസ്സിലൊരു, കാരണം നമ്മളെ വിളിച്ചിട്ട് പ്രതിഫലം പോലും പറയാതെ വന്ന ആളാണ് അഫ്സൽ ഖാൻ. അഫ്സൽ ഖാന്റെ ജ്യേഷ്ഠൻ എൻ്റെ ഉപ്പയും ഭയങ്കര ഫ്രണ്ടാണ്. അപ്പോൾ ബഹ്റൈനിൽ കേരള സമയത്തിൽ സെക്യൂരിറ്റി ആയിട്ടുണ്ടായിരുന്നു. ബഹ്റൈനിലാണ് ഷംസുഖ. പക്ഷെ ആ സതീഷ് ബാബുട്ടൻ നീട്ടിത്തന്നാണ് ശരിക്കും എൻ്റെ ജീവിതം ഒരു ലോട്ടറി ആയിട്ട് വന്നത്. കാരണം ഫാത്തിമ എന്നുള്ളതിൻ്റെ ആ പാട്ട് എങ്ങനെ വന്നു. അപ്പൊ ഈ ഒരു നെഞ്ചിനുള്ളിൽ നീയാണ് ഫാത്തിമ എന്നുള്ള ഒരു പാട്ടിലൂടെയാണ് താജുദ്ദീൻ വടകര എന്നുള്ള ഒരു പാട്ടുകാരനെ എല്ലാവരും അറിഞ്ഞതും എല്ലാവരും അംഗീകരിച്ചതും അല്ലെ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു പാട്ട് ഒരാളെ മനസ്സിൽ വിചാരിച്ചിട്ടാണല്ലോ എഴുതിയത്. ആ ഒരാൾ എപ്പോഴെങ്കിലും താജുദ്ദീൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടോ, എന്നെ വിചാരിച്ചിട്ടാണോ ഇത് എഴുതിയത് എന്ന് എപ്പോഴെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഈ സമയത്ത് ഞങ്ങൾ ശരിക്കും അകന്ന സമയമാണ്. പക്ഷേ അതിൻ്റെ ശേഷം ഞാൻ ആ കുട്ടിയെ ഓർക്കാറില്ല എന്ന് പറയില്ല, പക്ഷെ പിന്നെ ഞാൻ സ്വയം എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ കബറടക്കി. അത് ആശകളില്ലാതെ എന്നുള്ള പാട്ടിലുണ്ട്. ഓഹോ. ഞാൻ കണ്ടായിരം ആശകളെല്ലാം കബറടക്കി ഞാൻ എൻ കൽബിൽ, ആ ഒരു വരി. പിന്നെ എന്നെ ശരിക്കും ഞാൻ ഇവിടെ ഇരിക്കാൻ പോലും ഒരു കാരണക്കാരി അവളാണ്. നല്ല കുട്ടിയായിരുന്നു. നാട്ടുകാർ തന്നെ ചോദിക്കണ്ട എങ്ങനെയാണ് നിന്നെ ഇഷ്ടപ്പെട്ടത്. കാരണം ഞങ്ങളെ മതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ നല്ല ജാഹിലിയ കാലഘട്ടം, ഒരു തെറിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക്. ആരെയും പേടിക്കാതെ എല്ലാം നടന്ന കാലഘട്ടം. പക്ഷെ ആ കുട്ടിയെ ഞാൻ സാധാരണ നമ്മൾ ആ കാലഘട്ടത്താലും ഇപ്പോഴായാലും പ്രണയം എന്നൊക്കെ പറയുന്ന ഒരു കാതലില്ലാത്ത ഒരവസ്ഥ. പക്ഷെ ഞാൻ അന്നും ആ കുട്ടിയിൽ നല്ല പവിത്രമായ ഒരു കഥാപാത്രത്തെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ ആ കുട്ടിയെ ഒരു തരത്തിലും എൻ്റെ അടുത്ത് പോയി അല്ലെ എനിക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നിയതിന് ശേഷം ഒരു തരത്തിലും ഞാൻ അന്വേഷിച്ചിട്ടില്ല, ആ ഭാഗം തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ അതിന് ശേഷം ഒരു 3 തവണ കണ്ടിട്ടുണ്ട്. ഒന്ന് ഖത്തറിൽ വെച്ച് പിന്നെ ലുലു ഞങ്ങളെ കൂട്ടുകാരോടൊപ്പം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തൊരിക്കലും ഞാൻ അറിയാനില്ല അവിടെ ഉള്ളത്. വിസിറ്റ് വന്നതാണോ എന്താണെന്നറിയില്ല. ഞാൻ എന്തോ ഒരു പർച്ചേസ് കഴിഞ്ഞ് ബില്ല് കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇത്ര അടുത്തായിട്ട് എൻ്റെ മുഖത്ത്. എനിക്ക് ശരിക്കും കുറച്ച് നേരത്തേക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ അവൾ അതുപോലെ ഹസ്ബൻഡ് കൂടെ എന്നെ അറിയാത്തൊരു ഭാവത്തിൽ, എന്നെ ജീവിതത്തിൽ കാണാത്തൊരു ഭാവം. ആ പിന്നെ കുറച്ച് നേരത്തേക്ക് എനിക്ക് എന്തോ മേലൊക്കെ പൊള്ളി ഒരു പനിയൊക്കെ വന്നു. അത് കുറച്ച് നേരത്തേക്ക് അത് കഴിഞ്ഞു. പിന്നെ ഇതുപോലെ തന്നെ ഒരു ട്രാഫിക് ബ്ലോക്കായ സമയത്ത് വളരെ വെച്ച് ഞങ്ങളെ മുമ്പിൽ ഒരു വണ്ടി പെട്ട്. അവരുടെ മിസ്റ്റേക്കാണ്. ഞാൻ ഇറങ്ങിപ്പോയി വണ്ടിയുള്ള ആളൊന്ന് ചീത്ത പറയുകയാണെന്ന് വെച്ച് പോയതാ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടി പോയപ്പോൾ ഡോറിൻ്റെ അടുത്ത് പിന്നെ ഇവളെയാണ്. അവള് ചിരിക്കുകയാണ്. ആ സമയത്ത് ചിരിച്ചു. ഞാനൊന്നും മിണ്ടാതെ പോയി. പിന്നെ കണ്ടത് ജീവനോടല്ല, ഫേസ്ബുക്കിലാണ്. എൻ്റെ കൽവാണ് ഫാത്തിമ 10ാം വാർഷികം ആയപ്പോൾ വെറുതെ എന്തോ ഓർത്ത്, ഫേസ്ബുക്കിലുണ്ടോ ഇല്ലയെന്ന് അറിയില്ല, വെറുതെ പേരടിച്ച് നോക്കിയപ്പോൾ കുഞ്ഞായിട്ടുള്ളൊരു ഫോട്ടോ കണ്ടു. പിന്നെ കണ്ടിട്ടൊന്നുമില്ല. താജുക്ക ആ കുട്ടിക്ക് വേണ്ടി, ഇത്രയും താജുക്കനെ ഇൻസ്പയർ ചെയ്ത ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്. ഞാനൊരു 2 വരി, ഒരു 4 വരി പാടാം. അവളായിരുന്നെൻ ജീവനിൽ, അവളായിരുന്നെൻ പ്രാണനിൽ, കയ്യെത്താ ദൂരത്ത് എത്താമരക്കൊമ്പിൽ കരളിൻ്റെ കരളായ പൂവുണ്ട്.
ആറ്റുനൂറ്റന്നു ഞാൻ ആശിച്ചു പോയിട്ടും ആരോ പറിച്ചൊരു പൂവുണ്ട്. സംഗീതവും സല്ലാപവും സന്തോഷവും സൗഭാഗ്യവും അവളായിരുന്നു ജീവനിൽ, അവളായിരുന്നു പ്രാണനിൽ. ഇനി നമുക്ക് പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ പെരുന്നാൾ? ഈ പറഞ്ഞ പോലെ ദുബായിലെത്തി, നല്ല ക്ഷീണത്തിലാണെന്നൊക്കെ അറിയാം, എന്നാലും ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവാണ്, അതിൻ്റെ ഒരു മെന്റൽ പ്രിപ്പറേഷനിലാണ് അല്ലേ? ഞാൻ നല്ല മനസ്സുറപ്പുള്ള ആളാ. എന്താ പറയുക, പണ്ട് ചില ആൾക്കാർ പറയല്ലേ കാരിരുമ്പ് അല്ലെങ്കിൽ ഇരട്ടച്ചങ്ക് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു സ്ഥലത്ത് ഞാൻ പതറും. അത് ചിലപ്പോൾ പല ഇൻ്റർവ്യൂ കലാമണിച്ചേട്ടൻ കരയുന്നൊക്കെ ചില ആൾക്കാർ അയാൾ നാട്യങ്ങളാണ്. എനിക്ക് നന്നായിട്ട് അറിയുന്ന ആളാണ് മണിച്ചേട്ടൻ. അതുപോലെ തന്നെ എനിക്ക് ഉമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്ക് ചെറിയ വയസ്സിൽ 22ാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു. പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഉമ്മാനെ പറഞ്ഞു. കാരണം എൻ്റെ ഒരു 15 വയസ്സ് വരെ എനിക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല. ഒരു മൂത്ത പെങ്ങളെ വീട്ടില്ല. ആ സമയത്തൊക്കെ എൻ്റെ ഇളയ പെങ്ങളെയും എൻ്റെ എപ്പം കണ്ണറിയാതെ പറയുമ്പോൾ ഇല്ലായ്മ കൊണ്ട് നമുക്ക് തരേണ്ട സ്നേഹം വേറെ ആൾക്കാർക്ക് കൊടുക്കുന്ന നമ്മൾ കാണേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഉമ്മ ഓർമ്മിപ്പോൾ വിഷമാറുണ്ട്. പക്ഷെ ഉമ്മ തീർച്ചയായിട്ടും ഇരുന്ന് കാണുന്നുണ്ടാവില്ല താജുക്കയുടെ ഇപ്പോഴത്തെ ആ ഇല്ലായ്മ ഉള്ളൊരു സമയം. ഇപ്പോൾ ഉമ്മയുടെ അനുഗ്രഹമില്ലേ അത്? ഞാൻ സത്യം എത്ര ശ്രമിച്ചാൽ കരഞ്ഞു. അമ്മ എന്ന് പറയുന്നൊരു ഇമോഷൻ അല്ലേ, അത് ജാതിയില്ല മതമില്ല, അമ്മ എന്നും അമ്മയാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലേ. പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഐ എം ഷുവർ എല്ലാ വർഷവും പല വിദേശ രാജ്യങ്ങളിലായിരിക്കും അല്ലെ, പ്രത്യേകിച്ച് GCC കൺട്രീസിൽ. ഞാൻ അഹങ്കരിച്ച് പറയല്ല, അഭിമാനത്തോടെ അതിനേക്കാൾ ഉപരി ദൈവത്തെ ഓർത്തുകൊണ്ട് തന്നെ പറയണം. ഞാൻ 14ാമത്തെ വർഷമാണ് കൽബാണ് ഫാത്തിമോടിയത്. എൻ്റെ 126ാമത്തെ വരവാണിത്. 126ഓ ദൈവമേ. അപ്പൊ നാട്ടിൽ എപ്പോഴെങ്കിലും പെരുന്നാൾ കൂടിയിട്ടുണ്ടോ ഈ കുറച്ച് വർഷങ്ങൾക്കിടയ്ക്ക്? 2 തവണ. ഒന്ന് ഷെയ്ഖ് സായിദ് മരിച്ച ഷെയ്ഖ് മരിച്ച സമയത്ത്, പിന്നെ നിക്കാഹ് എന്ന് പറഞ്ഞൊരു പടം ഒരു ചെറിയ വേഷം ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ആ സമയത്ത് പരിപാടിക്കായിട്ട് വന്നിട്ടില്ല. ഓക്കെ, ഇതിനിടയ്ക്ക് ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ചോദിക്കാൻ. നമ്മൾ താജുക്കയുടെ ഒരു റെഫറൻസ് കേട്ടത് ബസ് കണ്ടക്ടർ എന്നുള്ളൊരു സിനിമയിൽ മമ്മൂക്ക പറയുന്നുണ്ട്, താജുദ്ദീൻ വടകര എന്നുള്ള ഒരു പേരെടുത്ത് പറയുന്നുണ്ട് അല്ലെ. അറിയാമായിരുന്നു ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് എങ്ങനെ വരുന്നുണ്ടെന്ന് അറിയാമായിരുന്നു? അറിയാം. അത് നമ്മുടെ നാട്ടുകാരൻ കോഴിക്കോടുള്ള അതിന്റെ ഡയറക്ഷൻ ചെയ്ത ആള് നമ്മളെ അറിയുന്ന ആളാണ്. എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഫീലിംഗ് അവിടെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ? പിന്നീട് മമ്മൂക്കയെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് മമ്മൂക്കയെ കണ്ട ഒരു അനുഭവം ശരിക്കും പറയാം. കാരണം ഇത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമെന്നറിയില്ല. ലോകത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു മലയാളിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഏതോ ഒരു നടൻ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഉർവശിയുടെ കൂടെ ഒക്കെ അഭിനയിച്ചൊരു സത്യനന്ദിക്കാടിന്റെ പടത്തിലുള്ള ഒരു താരം ഉണ്ടായിരുന്നു, നരൻ. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു, മമ്മൂക്ക ഈ തേങ്ങ അതുപോലുള്ള ഒരു സംഭവമാണ്. അതായത് തേങ്ങ എന്ന് പറയുമ്പോൾ പുറമേ പരുക്കനായിട്ടുള്ള ഒരാളാണ് മമ്മൂക്ക. അതിൻ്റെ നേരെ താഴെ ചകിരി, അതിൻ്റെ താഴെയാണ് ചിരട്ട, അതിൻ്റെ താഴെ കാമ്പ്, അതിൻ്റെ ഉള്ളിലാണ് വെള്ളം, മധുരമുള്ള. അതുപോലെയാണ് മമ്മൂക്കയുടെ ഉള്ളറിയണമെങ്കിൽ അത് സത്യം കേട്ടോ. കാരണം ഇത്രയും വലിയൊരു മഹാതാരം ഞാനൊക്കെ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരും. ഞാൻ പലപ്പോഴും അതിശയപ്പെടാറുണ്ട്, ഇത്രയും വലിയൊരു താരം എന്നെ പോലെയുള്ളൊരു കൊച്ചു കലാകാരന്. അപ്പോൾ പത്തേമാരി എന്ന് പറഞ്ഞ ഹോട്ടൽ കറാമലുള്ള അതിൻ്റെ ഉദ്ഘാടനം അദ്ദേഹമായിരുന്നു ചെയ്തത്. അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ അറബ് നാട്ടിലൊരു റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ ശേഷം വ്യക്തിപരമായിട്ട് 3-4 തവണ ഈ ഒരു വർഷത്തിനാണ് മമ്മൂക്ക അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരനാണ് അബ്ദുള്ളക്ക, അതിൻ്റെ ഓണർ. അപ്പം നാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു, മെസ്സേജ് അയച്ചു, മമ്മൂക്ക എൻ്റെ കൂട്ടുകാരൻ്റെ റെസ്റ്റോറൻ്റാണ് നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്, അവിടെ കണ്ട എത്ര തിരക്കിനിടയിലും ഒന്ന് വിഷയമാണ്, എന്താണെന്ന് ചോദിക്കണേ. അപ്പോൾ ഓക്കെ ഇതൊക്കെയാ വരും, അല്ലെങ്കിൽ ഒരു തംസപ്പ് ഇങ്ങനെ വരും, ഇങ്ങനൊന്നും ടൈപ്പ് ചെയ്യില്ല. പക്ഷേ മമ്മൂക്കയെ സ്വീകരിക്കുന്ന ആ ഒരു സെക്കൻഡ് ഗ്യാങ് ഞാൻ, എൻ്റെ കൂട്ടുകാരൻ പെൻസിൽ കൂത്തറമ്പടക്കുള്ള അദ്ദേഹത്തിൻ്റെ ഫാമിലി, ഈ ഓണറെ.
അപ്പോൾ ആദ്യം മുതലാളിമാരൊക്കെ നമുക്ക് വെൽക്കം ചെയ്ത് സെക്കൻഡ് ടീം ഞങ്ങളാണ്. അപ്പോൾ ഞാൻ ഹൈറ്റ് പറഞ്ഞ ഒരാളല്ലേ, അവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും അയാളെ ഇവിടം വരെ ഞാനുള്ളൂ. ഞാൻ ഇങ്ങനെ നോക്കണം, അയാളെ നീണ്ട മുടിയൊക്കെ റിമണൊക്കെ കിട്ടില്ല, ആ മുടി എൻ്റെ മുഖത്ത് വന്ന് തട്ടെ, ഞാൻ അത്രയും ചെറുതായാളടി. പക്ഷെ അവിടുത്തെ ക്രൗഡ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവസാനം സ്റ്റേജ്, ചെറിയ സ്റ്റേജാണ്, അതിൻ്റെ ചുറ്റും മമ്മൂക്കൊക്കെ പ്രൊട്ടക്ഷനായിട്ട് നിന്ന ഒരാൾ ഞാനാണ്, ഒരാൾ കൂട്ടത്തിൽ. പക്ഷെ ശരിക്ക് മമ്മൂക്കയുടെ അടുത്ത് ഐശ്വര്യ റായ് നിന്നിട്ടുണ്ട്, ഞാൻ മമ്മൂക്കയാന്ന് നോക്കും. നമുക്ക് നമ്മൾ പല ഇംഗ്ലീഷുകാരെയും വെസ്റ്റേൺ കൺട്രിയിലെ ആൾക്കാരൊക്കെ, പക്ഷേ ഇയാളെ മുഖത്തുള്ളൊരു ഞങ്ങളെ ഭാഷ പറഞ്ഞ ദർജ എന്തോ മുഖത്തുനിന്ന് കണ്ണെടുക്കാമെന്നില്ല മമ്മൂക്കനെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ കൈയൊക്കെ വെച്ച് എല്ലാവരും ശ്രദ്ധിക്കും അദ്ദേഹം. അപ്പോൾ ഈ വലതുവശത്ത് ഇങ്ങനെ നോക്കുമ്പോൾ എന്നെയാണ് കണ്ടത്. എനിക്ക് കുറച്ച് എൻ്റെ മെസ്സേജ് മമ്മൂക്ക തന്നെ ആയിരിക്കുമോ റിപ്ലൈ തരുന്നത്. പക്ഷെ ഇത്ര ആൾക്കാരുടെ നിന്ന് എൻ്റെ അടുത്തേക്ക് നടന്ന് എന്താടാ സുഖലഞ്ച് കൈതന്ന്, എൻ്റെ കലാജീവിതത്തിൽ കിട്ടിയ പകരം വെക്കാൻ ഇല്ലാത്തൊരു അവാർഡത്. കാരണം ഞാൻ എൻ്റെ കുറച്ച് മുമ്പ് ഞാൻ നല്ല തടി ഉണ്ടായിരുന്നു. എന്നോട് ചില ആൾക്കാർ വയ്ക്കും ലാലിൻ്റെ ആൽബമൊക്കെ ലാലേട്ടൻ അനുകരിക്കാൻ. എനിക്ക് എല്ലാ നടന്മാരും ഇഷ്ടമാണ്, ഒരു തരത്തിലും അതിൻ്റെ ഒരു അളവ് പോലും കുറയോ കൂടെയില്ല. എല്ലാവരും ഇഷ്ടം, എല്ലാവരും ഓരോരുത്തർക്കും ഉള്ള അനുസരിച്ച് കഴിവിനനുസരിച്ച്. പക്ഷേ മമ്മൂക്കയോടുള്ള ഇഷ്ടം എന്താ പറഞ്ഞാൽ എത്രയോ വർഷമായിട്ട് ഫീൽഡിൽ ഒരു മാതൃകാ നടനാണ് അദ്ദേഹം. ഞാൻ മനസ്സിലാക്കിയ തെറ്റായിരിക്കാം, എനിക്ക് ശരിയായിട്ടൊന്നും. ആകെ പറയുന്ന കേൾക്ക് കുറച്ച് ജാടയാണ് അല്ലെ പരുക്കനാണെന്നൊക്കെ, പക്ഷെ ഇന്നൊരു പേര് ദോഷം ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം. കമലഹാസൻ പോലും പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഈ ചില കാര്യങ്ങളോട് എനിക്ക് അസൂയാണ്. കമലഹാസൻ പറഞ്ഞ രണ്ട് കാര്യമാണ്, അഭിനയത്തിന്റെ കാര്യത്തിൽ നെടുമുടി വേണുവിനോടും ഈ വക കാര്യങ്ങൾ മമ്മൂക്കയോട് എനിക്ക് അസൂയാണ്. മമ്മൂക്കാന്ന് പറഞ്ഞാൽ ആരാ ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആണ് അല്ലേ, അദ്ദേഹത്തിന് കുറച്ച് ജാടിയില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ ജാട വെക്കാൻ പറ്റുക. അദ്ദേഹത്തിന്റെ 2 പടത്തിലാണ് എൻ്റെ ഫാത്തിമ വന്നത്. ഒന്ന് ബസ് കണ്ടക്ടർ, പിന്നെ രാജമാണിക്യം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറെ പ്രൊമോട്ടിങ്ങിന്റെ ആവശ്യം വന്നിട്ടില്ല. ഇന്നും ചില ആൽബം അല്ലെങ്കിൽ സിനിമ, ചില ഈ നമ്മുടെ ഓരോ ചാനലിലുള്ള പരിപാടിയിലൊക്കെ ഫാത്തിമയുടെ മ്യൂസിക്, പിന്നെ വിനീത് ശ്രീനിവാസനോട് എനിക്കൊരു ബഹുമാനം തോന്നിയിട്ടുണ്ട്. ഷാൻ റഹ്മാനാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തെന്ന് തോന്നിയത് ഒരു പടത്തിൽ, തട്ടത്തിൻ മറയത്താന്ന്. ആ സമയത്ത് അവരവരെ മര്യാദ കാണിച്ചു. അതിൻ്റെ ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഫാത്തിമയുടെ മ്യൂസിക് വരുന്നു, അതൊക്കെ അവർ ചോദിച്ചു. ചോദിക്കേണ്ട ആവശ്യം എന്നോടല്ല, ശരിക്കും മില്ലിയനും മോഡി സജിയേട്ടനോടാണ് ചോദിച്ചത്, പക്ഷെ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ താജുക്ക ഉമ്മയെ കുറിച്ച് പറഞ്ഞു. ഉപ്പ വലിയൊരു സംഗീതജ്ഞനായിരുന്നു, വലിയ കൂട്ടുകാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഉപ്പേനെ എപ്പോഴും ഫോളോ ചെയ്യുന്ന താജുക്കയ്ക്ക് പേടിയായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു ഇപ്പൊ ഇത്രയും വലിയൊരു നിലയിൽ എത്തി താജുക്ക, ഇപ്പൊ തോന്നുന്നുണ്ടോ അന്ന് തന്നെ ഉപ്പയുടെ കൂടെ ആ ഒരു ലെഗസി ഫോളോ ചെയ്തു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പത്തേക്കാൾ ഒന്നും കൂടി നന്നാവുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഞാനെപ്പോഴും ഏത് സ്റ്റേജിലും ഏത് വേദിയിലും പറഞ്ഞു, പാട്ടുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും കഴിവ് കുറഞ്ഞ പാട്ടുകാരൻ ആരാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പേര് പറയാം. ഉപ്പയെ ഫോളോ ചെയ്യാൻ പേടിച്ചത് ഉപ്പ എന്നുള്ള ക്യാരക്ടറുള്ള പേടിയില്ല. കാരണം രാഘവ് മാഷ് മരിച്ച സമയത്ത് മാതൃഭൂമി വീക്കിലിയുടെ രാഘവ് മാഷെ മാത്രം കുറിച്ചുള്ള ആഴ്ചപ്പതിപ്പ് വന്നിരുന്നു. അതിൽ ദാസേട്ടൻ്റെതോ അല്ല മറ്റുള്ള ഏതെങ്കിലും സിംഗേഴ്സിൻ്റെതോ അല്ല ഫ്രണ്ട് കവർ വന്നത്. രാഘവ് മാഷും ചുമട്ട് തൊഴിലാളിയായ കുഞ്ഞുമൂസി എന്നിട്ടാണ് ഫ്രണ്ട് രവി മേനോൻ അദ്ദേഹമായിരുന്നു എഴുതിയത്. ഇത് എഴുതാൻ കാരണം ഈ ലേഖകൻ ഏതൊരു സമയത്ത് രാഘവ് മാഷ പേഴ്സണലായിട്ട് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ രാഘവ് മാഷോട് ചോദിച്ചു, മാഷ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ്? അപ്പോൾ മാഷ് പറഞ്ഞു, ഞാൻ ലോകത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗായകൻ ദാസേട്ടനാണ്. ദാസേട്ടൻ എന്നല്ല, പക്ഷെ രാഘവൻ മാഷ് എന്ന എനിക്കിഷ്ടം എൻ്റെ കുഞ്ഞുമൂസയാണ്. കാരണം ഉപ്പ സംഗീതം പഠിച്ചിട്ടില്ല, ഉപ്പാൻ എയറിൽ ആദ്യമായിട്ട് കൊണ്ടുപോയതും പല ഈ റേഡിയോ സ്റ്റേഷനിലെ ഓഡിഷൻ പാസ്സാവണം അന്ന് മ്യൂസിക് ചെയ്യണമെങ്കിൽ. പക്ഷെ ഇപ്പം ഇതൊന്നും അറിയാത്ത ആളുണ്ട്. രാഘവ് മാഷ് ഒരു ലേബിളുണ്ട് അവിടെ, ഒരു പോസ്റ്റിൽ ഉപ്പയെ കൊണ്ട് മ്യൂസിക് ചെയ്യിച്ചിട്ട് രാഘവ് മാഷ് ലേബിളിലാണ് വരാറുള്ളെങ്കിലും ചില പാട്ടുകൾ, പക്ഷെ മാഷ് എല്ലാവരോടും പറയും ഇത് ഞാനല്ല ചെയ്തത്, ചില പാട്ടുകൾ മൂസയെ ചെയ്തെന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ബാബുക്ക, ഇവരൊക്കെയാണ് ഉപ്പയുടെ കൂട്ടുകാർ. പിന്നെ ഞാൻ എൻ്റെ ഉപ്പയെക്കുറിച്ച് പറയാൻ പാടില്ലല്ലോ. ഉപ്പയെക്കുറിച്ച് അറിയുന്ന ആരോടും, ഏതാൾക്കാരോടും, കേരളക്കാരിലെ മെഹദി എന്ന് പറയും, മെഹദി സാബ എന്ന് പറയും, ഒന്നും പഠിച്ചില്ലെങ്കിലും അദ്ദേഹം ജീവിത പ്രയാസങ്ങൾ കൊണ്ട് ബഹ്റൈനിലും മസ്കത്തൊക്കെ പ്രവാസിയായിരുന്നു.
അദ്ദേഹത്തിന് കിട്ടാതെ പോയ ഒരു ഭാഗ്യം, സൗഭാഗ്യം, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ്, ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്, 88 വയസ്സായി. അദ്ദേഹത്തിനെ കാണാനായിട്ട് അന്ന് എൻ്റെ ബാപ്പ അനുഭവിക്കേണ്ട തിരക്ക്, പ്രശസ്തി, ഇതൊക്കെ എൻ്റെ തലയിലിട്ടതാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. കല എന്നുള്ളൊരു ഒരു കല മനസ്സിലുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു വരും അല്ലേ? 100 കോടി ജന്മം ഇനി എനിക്ക് കിട്ടിയാലും ഉപ്പ പാടുന്നതിൻ്റെ ഒരു 7 അയലത്ത് എനിക്ക് പാടാൻ പറ്റില്ല. ഉപ്പയോട് പറയുന്നില്ല, ഞാൻ മാറി നിന്നിട്ട് ഒരു സാധാരണ പ്രേക്ഷകനല്ല, ആസ്വാദകർക്ക് ഒരു വല്ലാത്ത ലജ്ജ. താജുക്ക് വേറെ സഹോദരി സഹോദരന്മാര് ഉണ്ട് അല്ലേ? എത്ര ഞങ്ങൾ 8 പേരാണ്. അതില് ഈ 8 പേരില് താജുക്കയാണ് ആ ഒരു ഭാഗ്യം ലഭിച്ച ആളെന്ന് ഇല്ല, എൻ്റെ ഏട്ടൻ മൂത്ത ജ്യേഷ്ഠൻ നന്നായിട്ട് പാടും, പിന്നെ പെങ്ങന്മാരൊക്കെ പാടും, ഇളയ പെങ്ങൾ പാടും. പക്ഷെ എൻ്റെ ജീവിത പ്രശ്നം കൊണ്ട്, കാരണം എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, പിന്നെ എനിക്ക് സ്കൂൾ തലത്തിൽ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ അന്നത്തെ ചിന്ത, ഒരു എംപ്ലോയി ആയാലും അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു 10-40 വർഷം ഒരു അക്യുറേറ്റ് ലൈഫായി പോവുക. പഠിച്ചോനെ രാവിലെ ഓഫീസ് പോവുക, 5 മണിക്ക് ഇറങ്ങി, ഏത് ശനിയോ ഞായറോ ലീവ് കിട്ടും, ലൈഫ് പോയി. എനിക്ക് അതിൽ അങ്ങനെ ഒതുങ്ങി ജീവിക്കാനുള്ളൊരു, അതുകൊണ്ട് ശരി ഉത്തരം പോലും ഞാൻ തെറ്റായി എഴുതി മനഃപൂർവ്വം പരാജയം ഏറ്റുവാങ്ങിയുള്ളത്. പക്ഷെ ഇന്ന് ചില സമയത്ത് എയർപോർട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പഠിക്കാത്തതിൻ്റെ ചില സമയത്ത് വിഷമം അനുഭവിക്കാറുണ്ട്. എല്ലാം മനസ്സിലാകുമ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഖൽബിൻ്റെ പാട്ടുകാരൻ എന്നുള്ള ഈ സ്പെഷ്യൽ പ്രോഗ്രാം തീർച്ചയായിട്ടും എല്ലാവരുടെയും ഖൽബിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്. താജുക്ക പറഞ്ഞ ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് താജുക്കയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൻ്റെ 2 വരി. ഏതായാലും ഈ ഒരു ഇൻ്റർവ്യൂ എനിക്കും മനസ്സിന് കുറേ സന്തോഷം കിട്ടി. കാരണം എന്നോട് ചോദിക്കുന്ന, സാധാരണ ഞാൻ വലിയ ആളെന്നല്ല പറയുന്നത്, സാധാരണ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്ത ചോദ്യങ്ങളാണ് നിങ്ങളിൽ നിന്ന് വന്നത്. അതുകൊണ്ട് തന്നെ മനസ്സ് തുറക്കാൻ പറ്റി. ഞാൻ ആദ്യമായിട്ടാണ് ഈ 2 വരി പാടാൻ പോകുന്നത്. ഡെമ്മിയാണ് വരികൾ, കാരണം ഫൈനൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ബാബുക്കയുടെ ആ റൂട്ടിൽ മൂപ്പര ഒരു കൾച്ചർ ഉണ്ടല്ലോ മ്യൂസിക്, അതേപോലത്തെ ഒരു 2 വരി പാടാം. ഒരു പ്രണയഗാനാണ്. പാടാൻ പഠിപ്പിച്ച പാടാൻ പഠിപ്പിച്ച പാടാൻ പഠിപ്പിച്ച പാട്ടുകാരി, ദൂരെ ദൂരെ പോയതെന്തേ, പാടാൻ പഠിപ്പിച്ച പാട്ടുകാരി. എന്തായാലും മാപ്പിളപ്പാട്ട് ഇഷ്ടപ്പെടുന്നവരും പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആരും താജുദ്ദീൻ വടകര എന്നുള്ളൊരു പേര് അല്ലെങ്കിൽ താജുക്കൻ ഒരിക്കലും മറക്കില്ല. എന്നും നെഞ്ചോട് ചേർത്ത് തന്നെ അവർ വെക്കും. അപ്പം എന്തായാലും ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ചതിലും ഈ ഒരു ഈ ദിനത്തിൽ ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം ഇത്രയും നല്ല നല്ല വിശേഷങ്ങൾ പങ്കുവച്ചതിലും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. വീണ്ടും ഈദ് മുബാറക്. ഈദ് മുബാറക്.